Good afternoon, all. Good afternoon, ma'am. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon, ma'am. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഇന്നൊരു പുതിയൊരു ചാപ്റ്റർ ആണ് തുടങ്ങുന്നത്. ഓക്കെ, ചാപ്റ്റർ 6 ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. നിങ്ങൾ ചാപ്റ്ററിന്റെ പേര് മാത്രം നോക്കാം കേട്ടോ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് നോക്കിയായിരുന്നു അല്ലെ? അപ്പോ നമ്മളപ്പോ പറഞ്ഞായിരുന്നു ഒരു IPD എന്താണ്, OPD എന്താണെന്നൊക്കെ. ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. IPD നമ്മൾ പറഞ്ഞു, ഇൻ പേഷ്യന്റ്. ദെൻ ഇനി നമ്മൾ പഠിക്കുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണ്, അല്ലെങ്കിൽ അവിടുത്തെ ഫങ്ഷൻസ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് പ്രോസസ്സും കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ഡൗട്ട്സുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ലാസ്റ്റ് 10 മിനിറ്റ്സ് നമുക്ക് ചോദിക്കാം, ഡിസ്കഷൻ ചെയ്യാം. ദെൻ ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം, കമന്റ് വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചർച്ച എന്തെങ്കിലും ചെയ്തിട്ട് എന്ത് ചെയ്യാം, റെസ്പോണ്ട് ഒക്കെ ചെയ്യാം. ഓക്കെ, ദെൻ നോക്കാം.
ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻട്രൊഡക്ഷൻ നോക്കാം. OPD മീൻസ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. OPD എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെയാണ് IPD എന്ന് പറയുന്നത് ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, outpatient department where patients come to the hospital to consult their health issue with the doctors to start the treatment. OPD services are medical care provided on an outpatient basis that includes diagnosis, observation, consultation, treatment, intervention, and rehabilitation services. നോക്കാം, ഒരു OPD എന്ന് പറയുന്നത് നമ്മളൊരു എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അല്ലെ. നമ്മൾ എന്തെങ്കിലും പനിയോ ചുമയോ അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡോക്ടറെ കൺസൾട്ടന്റ് ചെയ്യുന്നു അല്ലെ. ഡോക്ടറെ കണ്ടു, ഡോക്ടർ അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങി അല്ലെ. ട്രീറ്റ്മെന്റ്സ് നമുക്ക് ചെയ്തു. ദെൻ നമുക്ക് മെഡിസിൻ കാര്യങ്ങളൊക്കെ എഴുതി നമ്മൾ എന്ത് ചെയ്യും, മെഡിസിൻ ഒക്കെ വാങ്ങിച്ച് തിരികെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, OPD. IPD എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു കേസ്. ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ഡോക്ടറെ വന്ന് കണ്ടു, ഡോക്ടർ മെഡിസിൻ തന്നു, മെഡിസിൻ ഒക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോകുന്നതിനാണ് ഒരു OPD എന്ന് പറയുന്നത്. ഔട്ട് പേഷ്യന്റ് ആണ് അല്ലെ. പേഷ്യന്റ് പുറത്തേക്ക് പോയി അഡ്മിറ്റഡ് ആകുന്നില്ല. ഓക്കെ, അത്രയും ക്ലിയർ ആയോ? OPD എന്നാല് ക്ലിയർ ആയോ? OPD. ഓക്കെ, അതായത് മരുന്ന് വാങ്ങിച്ചു, ഡോക്ടറെ കണ്ടു, മരുന്ന് വാങ്ങിച്ചു തിരികെ വീട്ടിലേക്ക് പോകുന്നു. അതാണ് എന്ത് OPD എന്ന് ഉദ്ദേശിക്കുന്നത്. Then OPD services are medical care provided on the outpatient basis. ഔട്ട്പേഷ്യന്റ് ബേസിസിലാണ് അവിടുത്തെ സർവീസുകൾ കൊടുക്കുന്നത്. അതായത് നമ്മൾ ആളെ തിരികെ വിടുന്നതാണ് വീട്ടിലേക്ക് അല്ലെ. നമ്മൾ അവിടെ അഡ്മിറ്റഡ് ഒന്നും ആകുന്നില്ല. Then that includes എന്തൊക്കെയാണ് ഈ ഒരു OPD-യിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇനി പറയുന്നത്. നോക്കാം. ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസസ്. ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഒരു OPD എന്ന് പറയുന്നത്. ഇനി ഓരോന്നിന്റെയും നമുക്ക് എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഡയഗ്നോസിസ്, ഫസ്റ്റ് തന്നെ ഡയഗ്നോസിസ്. നമ്മൾ ഒത്തിരി ഈ ഒരു 5 ചാപ്റ്ററിൽ ഡയഗ്നോസിസ് എന്നുള്ളൊരു ടേം നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഡയഗ്നോസിസ് മീനിങ്? ഡയഗ്നോസിസ് ആർക്കും ഓർമ്മയില്ല? ഡയഗ്നോസിസ് നമ്മൾ ഒത്തിരി ചാപ്റ്ററിൽ ഡയഗ്നോസിസ് എന്നുള്ളൊരു ടേം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരാറുണ്ടായിരുന്നു അല്ലേ. എന്താണോ നിങ്ങളത് കമന്റ് ഇട്ടേ പെട്ടെന്നായിക്കോട്ടെ. ഡയഗ്നോസിസ് മീൻസ് ഓക്കെ, രോഗനിർണയം അല്ലെ. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇത്, രോഗനിർണയം. ഡയഗ്നോസിസ് മീൻസ് രോഗനിർണയം. ഇനി എന്താണ് രോഗനിർണയം നോക്കാം. The identification of the nature of an illness or other problem by examination of symptoms. രോഗലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെ, ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധനയിലൂടെ രോഗം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു തിരിച്ചറിയുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഒരു ഡയഗ്നോസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ചിലത് നമുക്ക് സിംറ്റംസിലൂടെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞു, നമ്മൾ ജോണ്ടിസ് പറഞ്ഞപ്പോ പറഞ്ഞില്ലേ, സിംറ്റംസിലൂടെ മനസ്സിലാക്കാൻ പറ്റില്ലേ. ഇപ്പൊ കണ്ണിന് മഞ്ഞ നിറം തോന്നുന്നതും അങ്ങനെ അതൊക്കെ എന്താണ് പറയുന്നത്, ഒരു സിംറ്റംസ് ആണ്. അപ്പൊ അതിലൂടെ അതിന്റെ ടെസ്റ്റുകളും രക്തപരിശോധനകളും മറ്റും നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇന്ന അസുഖമാണ് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. സോ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംറ്റംസ് വെച്ച് അല്ലെങ്കിൽ ലക്ഷണങ്ങളുടെ പരിശോധനയിലൂടെ രോഗത്തെ തിരിച്ചറിയുന്നതിനെയാണ് എന്ന് പറയുന്നത് ഡയഗ്നോസിസ് അല്ലെങ്കിൽ രോഗനിർണയം. ഓക്കെ, സെക്കൻഡ് നോക്കാം. ഒബ്സർവേഷൻ. എന്താണ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാല് നിരീക്ഷണം. നമ്മള് പേഷ്യന്റിന്റെ ഒബ്സർവേഷനിലാണ്, അല്ലെങ്കിൽ ഇപ്പോ കാഷ്വാലിറ്റിയിലൊക്കെ കിടക്കുമ്പോഴേ ആൾ ഒബ്സർവേഷനിലാണ്, ഡോക്ടർ ഒബ്സർവേഷനിലാണെന്ന് പറഞ്ഞു എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ നോക്കാം, ദി ആക്ഷൻ ഓഫ് ക്ലോസ്ലി മോണിറ്ററിങ് സംവൺ അല്ലെ. അതായത് ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നതിനെയാണ് നമ്മൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതായത് ആ നിരീക്ഷണത്തിലൂടെ അയാൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ അല്ലെങ്കിൽ വല്ല ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ടോ അതൊക്കെ എന്ത് ചെയ്യും, ആ ഒരു ഒബ്സർവേഷൻ ടൈമിൽ ശ്രദ്ധിക്കും. ദെൻ കൺസൾട്ടേഷൻ. കൺസൾട്ടേഷൻ മീൻസ് എന്താണ് കൺസൾട്ടേഷൻ? നമ്മള് ഡോക്ടറെ കൺസൾട്ടേഷൻ ഇപ്പോ കൺസൾട്ടന്റ് ചെയ്യില്ലേ എന്നൊക്കെ പറയില്ലേ. അതായത് ഒരു കൂടിക്കാഴ്ച നോക്കാം. എ മീറ്റിംഗ് വിത്ത് ആൻ എക്സ്പേർട്ട് മെഡിക്കൽ ഓഫീസർ ഇൻ ഓർഡർ ടു സീക്ക് അഡ്വൈസ്. എന്താണ് പറയുന്നത്, അതായത് ഒരു വിദഗ്ധനോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഓഫീസറോ ഉപദേശം തേടുന്നതിനായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച, അതായത് കൺസൾട്ടേഷൻ. നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോകില്ലേ, ആ ഒരു കൂടിക്കാഴ്ച. Then treatment means ചികിത്സ. The medical care given to a patient for an illness or injury. എന്തെങ്കിലും ഒരു അസുഖമായിട്ടോ ഇഞ്ചുറി ആയിട്ടോ വരുന്ന ഒരു പേഷ്യൻസിന് മെഡിക്കൽ കെയർ നൽകുക എന്നതാണ് ട്രീറ്റ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചികിത്സ അല്ലെ. നമ്മളൊരു രോഗമായിട്ട് ഹോസ്പിറ്റലിൽ പോയി നമുക്ക് അതിനുള്ള ഒരു ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം തരുന്നത്. സോ അതിനെ നമുക്ക് എന്ത് പറയാം, ട്രീറ്റ്മെന്റ്.
Then intervention. Intervention meaning എന്താ intervention? Intervention ആദ്യമായിട്ട് കേൾക്കണം നിങ്ങള്. ഇന്റർവെൻഷൻ മീൻസ് ഇടപെടൽ. അറിയാത്തവരാണെങ്കിൽ ഒന്ന് മീതി ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ചെറുതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് എഴുതി വെച്ചോളൂ. ഇടപെടൽ എന്താണ് ഇവിടെ ഇടപെടൽ എന്ന് ഉദ്ദേശിക്കുന്നത്? നോക്കാം. ആക്ഷൻ ടേക്കൻ ടു ഇംപ്രൂവ് മെഡിക്കൽ ഡിസോർഡർ. മെഡിക്കൽ ഡിസോർഡർ ഒക്കെ ആണെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു ആക്ഷൻ എടുക്കുന്നു, ഒരു ഇടപെടൽ. അതാണ് ഇന്റർവെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then last one, rehabilitation. Rehabilitation means rehabilitation. Term കേട്ടിട്ടുണ്ടോ? Rehabilitation എന്താ rehabilitation എന്ന് പറയുന്നത്? ആരും കേട്ടിട്ടില്ല rehabilitation? പുനരധിവാസം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പുനരധിവാസം. ഓക്കെ, പുനരധിവാസം. അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു വേർഡിന്റെ മുകളിലൊന്ന് മനസ്സിലാകുന്നത് പോലെ ഒന്ന് എഴുതിയിട്ടുള്ളൂ കേട്ടോ. നോക്കാം. The action of restoring someone to health or normal life through training and therapy after illness. അതായത് ഒരു രോഗം, ഇപ്പൊ ഒരു ആൾക്ക് രോഗം വന്നു അല്ലെ, അപ്പൊ രോഗത്തിന് ശേഷം ആ ഒരു രോഗിയെ ഒരു പരിശീലിപ്പിക്കുകയും ഒരു ചികിത്സയിലൂടെയും ഒരു ട്രീറ്റ്മെന്റ്സിലൂടെയും തെറാപ്പിയിലൂടെയും അയാളെ ജീവിതത്തിലോട്ട് പഴയ ഇതിലോട്ട് പുനഃസ്ഥാപിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? റീഹാബിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ആക്സിഡന്റ് കേസസ് ഒക്കെ പറ്റി കുറെ നാള് ഇങ്ങനെ കിടപ്പിലൊക്കെ ആയിരുന്നു. നമ്മൾക്ക് ഈ ഫിസിയോതെറാപ്പി അതുപോലുള്ള റീഹാബിലേഷൻ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ആ ഒരു പഴയ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? റീഹാബിലേഷൻ, പുനരധിവാസം. ഓക്കെ, അപ്പൊ OPD-യിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലേഷൻ. ഓക്കെ ആണല്ലോ. OPD എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്നു, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വരുന്നു, ഡോക്ടറെ കാണുന്നു, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, മെഡിസിൻ വാങ്ങിക്കുന്നു, തിരികെ വീട്ടിലേക്ക് പോകുന്നു. അതാണ് എന്ത്? OPD എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൽ ഉൾപ്പെടുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സുകൾ. ഓക്കെ ആണോ? OPD കുഴപ്പമില്ലല്ലോ, എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വായിച്ച് സ്വയം മനസ്സിലാക്കി എടുക്കാവുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നെക്സ്റ്റ് നോക്കാം. ഒബ്ജക്റ്റീവ് ഓഫ് OPD. ഒബ്ജക്റ്റീവ് ഓഫ് OPD എന്തൊക്കെയാണ്? OPD-യുടെ ലക്ഷ്യങ്ങൾ നോക്കാം കേട്ടോ. 4 പോയിന്റ് പറയുന്നുള്ളൂ. മെയിൻ ആയിട്ട് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് 4 പോയിന്റ് ആണ്. അത് അതുപോലെ തന്നെ പഠിക്കുക. പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ അല്ലെ, നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു കെയർ ഒക്കെ എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. മോഡേൺ ടെക്നിക് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. ഇൻവെസ്റ്റിഗേഷനും ട്രീറ്റ്മെന്റിനും വേണ്ടി പുതിയ തരത്തിലുള്ള ടെക്നിക്കുകളൊക്കെ എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. ഫെസിലിറ്റീസ് ഫോർ ടോട്ടൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റിന്റെ കൂടുതൽ അവർക്കൊരു സംതൃപ്തി വരാൻ വേണ്ടി അല്ലെ, സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നതിന് വേണ്ടി കൂടുതലായിട്ടുള്ള ഫെസിലിറ്റീസുകളും കാര്യങ്ങളും എന്തുവരിക? കൊണ്ടുവരിക. ഗുഡ് പബ്ലിക് റിലേഷൻ, നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്ത് പോവുക. ഇതാണ് മെയിൻ ആയിട്ട് 4 ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. OPD-യുടെ മെയിൻ ഒബ്ജക്റ്റീവ് ആണ് ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുക, ടെക്നിക്സുകളൊക്കെ കൊണ്ടുവരിക, അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഫെസിലിറ്റികൾ കൊണ്ടുവരിക, നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുക. ഓക്കെ, 4 എണ്ണുള്ളൂ കേട്ടോ. Next one, the scope of OPD include the following. ഇനി OPD include ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണ്? ആ ഒരു സ്കോപ്പിൽ പെടുന്നത് ഏതായിട്ട് നോക്കുന്നത്. കൺസൾട്ടേഷൻ നമ്മൾ പറഞ്ഞു, കൂടിക്കാഴ്ചകൾ അല്ലെ. ഇൻവെസ്റ്റിഗേഷൻസ്, പ്രൊസീജിയേഴ്സ്. ഇൻവെസ്റ്റിഗേഷൻ മീൻസ് അന്വേഷണങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ, പ്രൊസീജിയേഴ്സ് നടപടിക്രമങ്ങൾ. ദെൻ സ്പെഷ്യാലിറ്റി സർവീസസ്, അവരുടെ ഓരോരോ സർവീസസുകൾ, ഇപ്പൊ അഡ്മിഷൻ പ്രോസസ്സിലെ സർവീസുകൾ, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെയുള്ള സർവീസസുകൾ. ദെൻ സെക്കൻഡ് വൺ നോക്കാം, പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയറിനെ പ്രിവെന്റീവ് ചെയ്യുക അല്ലെങ്കിൽ എന്താ അതിനെ പ്രൊമോട്ട് ചെയ്യുക. ദെൻ ക്ലിനിക് വിച്ച് ഇൻക്ലൂഡ്, ദെൻ ക്ലിനിക്കിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഡയബറ്റിക് ക്ലിനിക്കുകൾ. ഡയബറ്റിക് മീൻസ് അറിയാലോ എന്താ ഡയബറ്റിക് പേഷ്യൻസിന്റെ ക്ലിനിക് എന്ന് പറഞ്ഞാല്. ഡയബറ്റിക് മീൻസ് ഷുഗർ അങ്ങനെയുള്ള അതൊക്കെയാണ് ഡയബറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അതിന്റെ പ്രത്യേകമായിട്ടുള്ള ക്ലിനിക്കുകൾ. ദെൻ ആന്റിനേറ്റൽ. എന്താണ് ആന്റിനേറ്റല്? ആന്റിനേറ്റൽ കേട്ടിട്ടുണ്ടോ? ആന്റിനേറ്റൽ അറിയാവുന്നവരാണെങ്കിലും കമന്റ് ചെയ്യണേ. ആന്റിനേറ്റൽ എന്താ? ആന്റിനേറ്റൽ ക്ലിനിക്ക്
പ്രഗ്നൻസി ടൈമിന്റെ ഒരു കെയറിങ് കാര്യങ്ങളൊക്കെയാണ് ആന്റിനേറ്റൽ. ഓക്കെ, പ്രഗ്നൻസി ആയിട്ട് റിലേറ്റഡ് ആണ്. സോ ആ ടൈമിലെ കുറച്ച് പ്രഗ്നൻസി കെയറിങ് കാര്യങ്ങളും മാത്രം ഉൾപ്പെടുന്ന ഒരു ക്ലിനിക്കാണ് ആന്റിനേറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ സൈഡിൽ എഴുതിക്കോളൂ, പ്രഗ്നൻസി കെയർ എന്ന് എഴുതിട്ടാ. സൈഡിൽ എഴുതിക്കോളൂ, പ്രഗ്നൻസി കെയർ എന്ന് എഴുതാം അറിയാത്തവരാണെങ്കിൽ കേട്ടോ. ഓക്കെ, ഒരു ചെറിയ നമ്മൾക്ക് അറിയാത്ത പുതിയ പുതിയ ടേബിളിലെ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് മലയാളത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, മുകളിലൊന്നും ചെറുതായിട്ടൊക്കെ എഴുതിയിടാം കേട്ടോ. ഓക്കെ, റീഹാബിലേഷൻ സർവീസസ് നേരത്തെ പറഞ്ഞില്ലേ, പുനരധിവാസ സംഭവങ്ങള് എന്തൊക്കെയാണ് റീഹാബിലേഷൻ സർവീസസിൽ വരുന്നത്? ആന്റിനേറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രഗ്നൻസി കെയർ എന്ന് കൊടുക്കട്ടെ. പ്രഗ്നൻസി കെയർ അതായത് പ്രഗ്നൻസിക്ക് അവർക്ക് മാത്രം കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ക്ലിനിക്ക്. ഓക്കെ, അപ്പോ റീഹാബിലേഷൻ സർവീസസിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിസിയോതെറാപ്പി നേരത്തെ പറഞ്ഞില്ലേ, ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, ഫിസിയോതെറാപ്പി എന്ന ഒക്യുപേഷണൽ തെറാപ്പി. ഓക്കെ, ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതായത് ഹെൽത്ത് എഡ്യൂക്കേഷൻ മീൻസ് നമുക്കറിയാലോ ആരോഗ്യ വിദ്യാഭ്യാസം. ഇതൊക്കെയാണ് OPD-യിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ലൊക്കേഷൻ ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. എവിടെയാണ് മെയിൻ ആയിട്ട് OPD എന്ന് പറഞ്ഞത്? ഈ OPD ഡിപ്പാർട്ട്മെന്റ് എവിടെയായിരിക്കും കാണുന്നത്? ഹോസ്പിറ്റലില് എവിടെയാണ് നിങ്ങൾ ചെല്ലുമ്പോ OP എന്ന് പറഞ്ഞിട്ടുള്ളത് കാണുന്നത്? സെക്കൻഡ് ഫ്ലോറിലോ തേർഡ് ഫ്ലോറിലോ? ഏത് ഫ്ലോറിലാണ് OPD കാണുന്നത്? നിങ്ങൾ ആരും ഹോസ്പിറ്റലിലൊന്നും പോകാറില്ല. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോറിലാണ് അല്ലെ? എല്ലാ മിക്ക ഹോസ്പിറ്റലിലും ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും ഒരു OPD ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം എവിടെയൊക്കെയാണ് അപ്പൊ ലൊക്കേഷൻ വരുന്നത് നോക്കാം. ലൊക്കേഷൻ ഓഫ് OPD on ground floor they should share with the IPD diagnostic and therapeutic facilities. ഡയഗ്നോസ്റ്റിക്കും തെറാപ്പിസ്റ്റിക് ഫെസിലിറ്റീസുകളും ഇതിൽ ഉൾപ്പെടുത്തുന്നത്, അതായത് OPD-യിലാണ് ഉൾപ്പെടുന്നത്. തെറാപ്പിക് മീൻസ് നമുക്കറിയാം ഈ പറഞ്ഞ പോലെ കുറച്ച് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ് തെറാപ്പിക്കിൽ വരുന്നത്. അതായത് ഓരോ പേഷ്യൻസും കാര്യങ്ങളും മറ്റ് നമ്മൾ അതിന് കൊടുക്കുന്ന കെയറുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഓരോ മറ്റേ നെബുലൈസേഷൻ ചെയ്യുന്നതും അങ്ങനെയുള്ള നമുക്ക് നെക്സ്റ്റ് ഇത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും. തെറാപ്പിക് ഫെസിലിറ്റീസും ടെസ്റ്റുകളും മറ്റും ഇതുപോലെ മെഷീൻസ് ഉപകരണങ്ങളൊക്കെ വഴി എക്യുപ്മെന്റ്സുകളൊക്കെ വഴി ചെയ്യുന്ന ചികിത്സകളും അതെല്ലാം ഈ OPD സെക്ഷനിലായിരിക്കും ഉൾപ്പെടുന്നത്. ഇപ്പൊ ലാബ് ടെസ്റ്റുകളും അങ്ങനെയുള്ള ചെറിയ ചെറിയ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നതൊക്കെ കൂടുതലും OPD സെക്ഷനിൽ തന്നെയായിരിക്കും കാണുക. യൂണിഡയറക്ഷണൽ ഫ്ലോ. യൂണി മീൻസ് എന്താണ്? ഒന്ന് അല്ലെങ്കിൽ അല്ലെ വണ്ണുള്ള മീനിങ് ആണ് യൂണി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ യൂണി മോഡൽ ക്വാളിറ്റി മോഡൽ എന്നൊക്കെ പറയില്ലേ. സോ യൂണിഡയറക്ഷണൽ ഫ്ലോ ഒറ്റ ഇത് തന്നെയാണല്ലോ, അത് ഏകദേശ പ്രവാഹം എന്നൊക്കെയാണ് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ളൊരു മലയാളം ടേം. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് പ്രോപ്പർ ആയിട്ട് ഒറ്റ ഇതുള്ളല്ലോ, കാരണം ഗ്രൗണ്ട് ഫ്ലോറിലാണ്, അവിടെ നിന്നാണ് എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് പോകുന്നത് അല്ലെ. സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ മീൻസ് വിപുലീകരണത്തിന്റെ ഒരു വ്യാപ്തി, അവിടെ നിന്നാണ് എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ആ ഒരു OPD സെക്ഷനിൽ നിന്നാണല്ലോ. പിന്നെ ഡോക്ടറെ കാണുന്നതും മറ്റു ടെസ്റ്റുകളും പിന്നെ വേറെ ഏത് ഡിപ്പാർട്ട്മെന്റിലോട്ടൊക്കെ അയക്കണം എന്നൊക്കെ ഉള്ള തീരുമാനിക്കുന്നത് അവിടെ നിന്നാണ് ഒരു എക്സ്പാൻഡിങ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് 4 ലൊക്കേഷൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും എടുത്തു, അതായത് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ദെൻ ഡയഗ്നോസിസ്. ഓക്കെ, നിങ്ങൾ ആ ഒരു ഫസ്റ്റ് ഒരു പേജ് ഇത്രയും എടുത്തത് വരെ ഒന്ന് വായിക്കുക. 5 മിനിറ്റ് സമയം തരാം, നല്ലപോലെ വായിക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷനും നമ്മൾ എടുത്ത് നിർത്തിയേക്ക് വരാം. നിങ്ങൾ വായിക്കുമ്പോ അതിന്റെ മലയാളം മീനിങ്ങും കൂടി എത്തിയ മനസ്സിലൊന്ന് വായിച്ചു പോവാം കേട്ടോ. ദെൻ നമുക്ക് നെക്സ്റ്റ് തുടങ്ങാം. വായിച്ചോളൂ നിങ്ങൾ. ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 4 പോയിന്റുകൾ അതുപോലെ തന്നെ എന്ത് ചെയ്യാ, പഠിക്കാം. വൈഹാട്ട് ചെയ്തിട്ട് പഠിക്കണം കേട്ടോ. ചെറിയ പോയിന്റ് അല്ലേ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അത്. പിന്നെ ഓരോ ഡയഗ്നോസിസിലും ഒബ്സർവേഷനിലും എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്നത് നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടില്ല അത്.
ഒബ്ജക്റ്റീവ്സ് പഠിക്കാം, ലൊക്കേഷൻ ഒക്കെ ആ സെയിം പോയിന്റ് തന്നെ പഠിച്ചു പോവുക കേട്ടോ. കംപ്ലീറ്റ് ആവുമെന്ന് പറയണേ, പെട്ടെന്ന് വായിക്കണേ. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുണ്ട്. ലൊക്കേഷനും ഒബ്ജക്റ്റീവ്സും ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ഒന്ന് പഠിച്ചു പോവാം കേട്ടോ. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരുടെയും കഴിഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് തുടങ്ങിയാണ്, കണ്ടിന്യൂ ചെയ്യണേ കേട്ടോ. ഏരിയ ഓഫ് ഒ പി ഡി. ഇനി ഒ പി ഡിയുടെ ഉള്ളിൽ അവിടെയുള്ള ഏരിയകൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് ഓരോ ഏരിയയും അതിനുള്ളിൽ വരുന്നത് ഏതൊക്കെ സെക്ഷനുകളാണെന്നാണ് പറയുന്നത് കേട്ടോ. നോക്കാം. പേഷ്യന്റ് ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, ക്ലിനിക്കൽ ഏരിയ. പേഷ്യന്റ് ഏരിയയിൽ വരുന്നത് എന്തൊക്കെയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ വരുന്നത് ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ സെക്ഷൻ ആണ്, ദെൻ ക്ലിനിക്കൽ ഏരിയയിൽ വരുന്നത് ആരൊക്കെയാണ്. ഓക്കെ, നോക്കാം, എളുപ്പമാണ് കേട്ടോ. പേഷ്യന്റ് ഏരിയ എന്ന് വരുമ്പോ എന്തൊക്കെയായിരിക്കും നമ്മൾ ഇതിനകത്ത് നിങ്ങൾ നോക്കണ്ട. ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എവിടേക്കാണ് വരുന്നത്, പേഷ്യന്റ് നിൽക്കുന്ന എവിടേക്കാണ് ആ ഏരിയകള്, നമ്മൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ഏരിയകൾ ഏതൊക്കെയായിരിക്കും. നിങ്ങൾ ടേബിൾ നോക്കണ്ട, അല്ലാതെ തന്നെ ഏതൊക്കെ ആയിരിക്കും നമുക്കറിയാം അല്ലെ. നമ്മൾ ആദ്യം വരുന്ന ഒരു എൻട്രൻസ് അല്ലെ, അവിടെ നമ്മൾക്ക് സ്ഥാനമില്ലേ, നമ്മൾ എൻട്രൻസിൽ വരുന്നു. റിസപ്ഷൻ, നമ്മൾ പോയി അഡ്മിഷൻ നമുക്ക് കോപ്പി ടിക്കറ്റ് ഒക്കെ എടുക്കണ്ടേ അല്ലെ, നമുക്ക് കോപ്പി ചീട്ട് എടുക്കണം അല്ലെ. അപ്പൊ റിസപ്ഷൻ, ദെൻ രജിസ്ട്രേഷൻ, നമ്മളുടെ പേരും കാര്യങ്ങളൊക്കെ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്യണം. ദെൻ റെക്കോർഡ് റൂം മീൻസ് ഇതുപോലെ റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക. ദെൻ വെയിറ്റിംഗ് റൂം അല്ലെ, സ്നാക്ക് ബാർ മീൻസ് ചെറിയ ലഘു ഭക്ഷണശാല, കോഫിയൊക്കെ കുടിക്കാം, ചെറിയൊരു ഭക്ഷണശാല. ദെൻ ATM മെഷീൻ എക്സെട്ര. ഇത്രയും കാര്യങ്ങളാണ് ഒരു പേഷ്യന്റ്. നമ്മളെ തന്നെ നിങ്ങൾക്ക് ഓർക്കാം. അതായത് നമ്മള് പേഷ്യന്റ് ചെല്ലുമ്പോൾ നമ്മൾ എവിടേക്കാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഏരിയകൾ ഏതാണെന്നൊന്ന് നോക്കാം. ഓക്കെ, അത്രയുമാണ് ഇവിടെ പറയുന്നത്. എൻട്രൻസ്, റിസപ്ഷൻ, രജിസ്ട്രേഷൻ, റെക്കോർഡ് റൂം ആൻഡ് വെയിറ്റിംഗ് ഏരിയ, സ്നാക്ക് ബാർ, ATM മെഷീൻ. ഓക്കെ, പേഷ്യന്റ് ഏരിയ ക്ലിയർ ആയല്ലോ. നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. നമ്മൾ പോകുന്നത് എവിടെയൊക്കെയാണോ അതൊക്കെ തന്നെ ഒന്ന് ആലോചിക്കാം. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, അതായത് കുറച്ച് പൊസിഷനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ഏരിയകൾ എവിടെയൊക്കെയാണെന്ന്. അതായത് ഓരോ ഇപ്പൊ PRO അങ്ങനെ ഓരോ സെക്ഷനുകളൊക്കെ ഇല്ലേ, അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള ഏരിയകൾ ഏതൊക്കെയാണെന്ന് കേട്ടോ. നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, പബ്ലിക് റിലേഷൻ ഓഫീസർ ഓർമ്മയുണ്ടോ? പബ്ലിക് റിലേഷൻ നമ്മൾ PRO അല്ലെ, PROന്റെ ഓഫീസർ. ദെൻ അക്കൗണ്ട്സ്, ബില്ലിംഗ്, സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോർ റൂം. ഇത്രയും കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റീവില് വരുന്നത്. ഒന്നുകൂടി വായിക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, പബ്ലിക് റിലേഷൻ ഓഫീസർ, അക്കൗണ്ട്, ബില്ലിംഗ്, സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട്, ദെൻ സ്റ്റോർ റൂം. ഓക്കെ, ഇത്രയുമാണ് അഡ്മിനിസ്ട്രേറ്റീവില് വരുന്നത്. പേഷ്യന്റ് ഏരിയയിൽ വരുന്നത് ഏതൊക്കെയായിരുന്നു? പേഷ്യന്റ് എവിടെയാണോ പേഷ്യന്റിന് പ്രാധാന്യം കൊടുക്കുന്ന ഇടങ്ങൾ, അതാണ് പേഷ്യന്റ് ഏരിയയിൽ വരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവില് നമുക്കറിയാം കുറച്ചും കൂടി ഭരണകാരണങ്ങളും അങ്ങനെയുള്ള ഏരിയകളൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവില് വരുന്നത്. ക്ലിനിക്കൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്ലിനിക്കല് ചികിത്സാപരമായിട്ടുള്ള ഏരിയകൾ അല്ലെ, അതായത് ചികിത്സ നമുക്ക് കിട്ടുന്ന ആ ഏരിയകൾ നോക്കാം കേട്ടോ. എക്സാമ്പിൾ നോക്കാം. കൺസൾട്ടേഷൻ, എക്സാമിനേഷൻ റൂം, ഡ്രസ്സിംഗ് റൂം, ഫിസിയോതെറാപ്പി, ബ്ലഡ് ബാങ്ക്, റേഡിയോളജി. ഇവിടെയൊക്കെ നമുക്ക് ചികിത്സ കിട്ടുന്ന ഏരിയകളാണ് അല്ലെ, ട്രീറ്റ്മെന്റുകൾ കിട്ടുന്ന ഏരിയകളല്ലേ ഈ പറഞ്ഞതെല്ലാം. കൺസൾട്ടേഷനും എക്സാമിനേഷൻ റൂമും ഡ്രസ്സിംഗ് റൂം, ഫിസിയോതെറാപ്പി, ബ്ലഡ് ബാങ്ക്, റേഡിയോളജി. ഓക്കെ, ടേബിൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓരോന്നും ചിലപ്പോൾ ഉള്ളിലുള്ളത് ചോദിക്കാം എക്സാമിന്. നിങ്ങൾക്ക് ക്ലിനിക്കൽ ഏരിയയിൽ വരാത്തത് ഏതാണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ ഉൾപ്പെടുന്നത് ഏതാണ്, അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടൊക്കെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. സോ
ആ ടേബിള് ഇമ്പോർട്ടന്റ് ആണ്. ഓരോന്നിന്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് പ്രോപ്പർ ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോകണം. പേഷ്യന്റ് ഏരിയയിൽ വലിയ ബുദ്ധിമുട്ടില്ല, കാരണം നമ്മൾക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അഡ്മിനിസ്ട്രേറ്റീവിലും കുറച്ച്, അതായത് ഭരണപരമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ട്രീറ്റ്മെന്റ് അല്ല, അത് കൂടാതെ ഭരണപരമായിട്ട് വരുന്ന കുറച്ച് ഏരിയകൾ ഏതൊക്കെയാണെന്നാണ് അഡ്മിനിസ്ട്രേറ്റീവിൽ പറയുന്നത്. ക്ലിനിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതും ചികിത്സ നൽകുന്നതുമായിട്ടുള്ള അങ്ങനെയുള്ള ഏരിയകളാണ് ക്ലിനിക്കൽ ഏരിയ. ഓക്കെ, നല്ലപോലെ ഒന്ന് പഠിക്കാം കേട്ടോ. നമുക്ക് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ ഒരു പ്രാവശ്യം കൂടി. നെക്സ്റ്റ് വരുന്നത് ഒരു ഫ്ലോ പാറ്റേൺ ആണ്. പണ്ട് കുഞ്ഞു ചെറിയ സ്കൂളിൽ ഫ്ലോ ചാർട്ട് പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, നമ്മള് ഒരു എന്താ പറയാ, ഒരു ഫുഡ് ചാർട്ട് ഒക്കെ പഠിച്ചിട്ടില്ലേ പണ്ട് നിങ്ങള്? പുൽച്ചാടി. ഓക്കെ, ഓർമ്മയുണ്ടോ? ഓക്കെ, ഒന്നൊന്നിനെ കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കില്ലേ? അടുത്തത് അങ്ങനെ പഠിച്ചിട്ടില്ലേ? അപ്പൊ നമുക്കൊരു ഒ പി ഡിയില് ഒരു പേഷ്യന്റ് ഒ പി ഡിയിലേക്ക് വരുന്നതിന്റെ ഒരു ഫ്ലോ ചാർട്ടാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ഫ്ലോ ചാർട്ട് ഒന്നും നോക്കണ്ട. നിങ്ങൾ പോണത് നമ്മള് ഹോസ്പിറ്റലിലേക്ക് പോയതെന്ന് ആലോചിച്ച് നോക്കി. നമ്മള് ഹോസ്പിറ്റലിലേക്ക് പോയി എൻക്വയറി ചെയ്യുന്നു ആദ്യം, അല്ലെ? എൻക്വയറി ചെയ്യുന്നു, ഡോക്ടർക്ക് ഉണ്ടോ, ഏതൊക്കെയാണ് ഡോക്ടറാണെന്നൊക്കെ നമ്മൾ ചോദിച്ചു. നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ പേരും കാര്യങ്ങളും രജിസ്റ്റർ ചെയ്തു. അപ്പൊ തന്നെ ചിലപ്പോൾ കാണാൻ പറ്റില്ല, കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു ഡോക്ടറെ, അല്ലെ? അപ്പൊ നമ്മൾ വെയിറ്റിംഗ് ഹാളിൽ ഇരുന്നു. നമ്മൾ എന്ത് ചെയ്തു? ഡോക്ടറെ കാണാൻ പോയി. കൺസൾട്ടേഷൻ റൂമിലേക്ക് പോയി അവിടെ ചെന്ന് ഇൻവെസ്റ്റിഗേഷൻസുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ ഡോക്ടർ നമുക്ക് മരുന്നൊക്കെ എഴുതി വിട്ടു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? മരുന്ന് വാങ്ങിക്കാനായിട്ട് ഫാർമസിയിലേക്ക് പോയി. മരുന്ന് വാങ്ങിച്ചു, എക്സിറ്റ് ചെയ്തു, നമ്മൾ വീട്ടിലേക്ക് പോയി. ഈ ഒരു കാര്യമാണ് ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിരിക്കുന്നത്. ഇനി ഫ്ലോ ചാർട്ട് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് നിങ്ങളൊന്ന് ഫ്ലോ ചാർട്ട് നോക്കാം. എൻക്വയറി, അല്ലെ? എൻക്വയറിയിൽ വന്നു, രജിസ്ട്രേഷൻ എടുത്തു, വെയിറ്റിംഗ് ഹാളിൽ ഇരുന്നു, ഡോക്ടറെ കണ്ടു, ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്തു, ഫാർമസി പോയി മരുന്ന് വാങ്ങിച്ചു, എക്സിറ്റ് ചെയ്തു. ഇതാണ് ഒരു ഫ്ലോ ചാർട്ട് ഒ പി ഡിയിൽ പറയുന്നത്. ഓക്കെ, ഇതിപ്പോ തന്നെ പഠിച്ചില്ലേ എല്ലാവരും? ഫ്ലോ ചാർട്ട് പഠിച്ചോ എല്ലാവരും? ഓക്കെ, ഒരാൾ മാത്രം പഠിച്ചിട്ടുള്ളോ? എല്ലാവരും പഠിച്ചു? വലിയ ഇമ്പോർട്ടന്റ് ഒന്നും ഇല്ലല്ലോ. ഇനി അഥവാ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാര്യം ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. എൻക്വയറി പോയി, നമ്മൾ എന്ത് ചെയ്തു? രജിസ്ട്രേഷൻ, നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്തു, ഡോക്ടറെ കാണാൻ കുറച്ച് സമയം എടുത്തു, വെയിറ്റ് ചെയ്തു, ഡോക്ടറെ കണ്ടു, അല്ലെ? കണ്ടു, ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു, മെഡിസിൻ വാങ്ങിച്ചു, എക്സിറ്റ് ചെയ്തു. ഓക്കെ, പഠിച്ചല്ലോ എല്ലാവരും? ഓക്കെ, നിങ്ങൾ ആ ടേബിൾ ഒന്ന് വായിക്കാം കേട്ടോ. ടേബിളും ഫ്ലോ ചാർട്ടും ഒന്ന് വായിച്ചു നോക്കാം. ടേബിള് വായിക്കാം കേട്ടോ. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ബുദ്ധിമുട്ടുണ്ടോ കേൾക്കാന്? വോയിസ് കുഴപ്പമുണ്ടോ? ക്ലിയർ ആണോ പറയുന്നത്? ചെറിയ ത്രോട്ട് പ്രോബ്ലം ഉണ്ട്, സൗണ്ടിന് ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, മനസ്സിലാക്കുന്നില്ലേ? ഓക്കെ, ചെറിയ പ്രോബ്ലം ഉണ്ട് കേട്ടോ. സൗണ്ട് അപ്പൊ ഇടയ്ക്ക് സൗണ്ട് തടയുന്നുണ്ട് ചെറുതായിട്ട്, അതുകൊണ്ടാണ്. ഓക്കെ, വായിച്ചോളൂ കേട്ടോ. ടേബിൾ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. എക്സാമിന് ചോദിക്കാറുണ്ട് നമുക്ക് അതിൽ നിന്ന് കേട്ടോ. ഫ്ലോ ചാർട്ട് നമുക്ക് അറിയാലോ, അത്യാവശ്യം കുഴപ്പമില്ലല്ലോ, എളുപ്പമാണ്. ടേബിൾ വായിച്ചോളൂ, ഫ്ലോ ചാർട്ടും ഒന്ന് വായിക്കാം കേട്ടോ.
ദെൻ ഓക്കെ, വായിച്ചില്ലേ എല്ലാവരും? വായിച്ചായിരുന്നു എല്ലാവരും? ടേബിള് മാത്രമല്ലേ? കുഴപ്പമില്ലല്ലോ, വായിച്ചോ? ഓക്കെ. നെക്സ്റ്റ് ഒരു ടേബിൾ ആണ് ഈ ചാപ്റ്ററിൽ. കുഴപ്പമില്ല, കുറച്ച് ടേബിളുകളും ഫ്ലോ ചാർട്ടും അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് തീർന്നു വന്നൊരു ചാപ്റ്റർ ആണ്. പഠിക്കാനും വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. നോക്കാം. ഇത് നമ്മൾ നോക്കുന്നത് എക്യുപ്മെന്റ്സ് ആണ് കേട്ടോ, അതായത് ഉപകരണങ്ങൾ. നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഒത്തിരി ഉപകരണങ്ങളൊക്കെ ഉണ്ട് അല്ലെ? ചെറിയ ചെറിയ ഉപകരണങ്ങളുടെ പേരൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ വലിയ വലിയ ഉപകരണങ്ങളുടെ പേര് നിങ്ങൾക്ക് അറിയാമോ? എല്ലാ ഇൻസ്ട്രുമെന്റിന്റെ പേര് നമുക്ക് അറിയാമോ? ചിലപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് പഠിച്ച കുട്ടികൾക്ക് അറിയാൻ പറ്റും അല്ലെ? എങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാറുണ്ട്. അപ്പൊ നമ്മൾക്ക് എന്തൊക്കെയാണ് ഒരു എക്യുപ്മെന്റ്സുകൾ വരുന്നത് നോക്കാം കേട്ടോ. ഇവിടെ പറയുന്നത് ഓരോ സെക്ഷനിലും വരുന്ന എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വരുന്നത് ഡയഗ്നോസ്റ്റിക്കില് രോഗനിർണയത്തിന് വേണ്ടി വരുന്ന ടെസ്റ്റ് ഉപകരണങ്ങൾ എന്തൊക്കെയാണത്? തെറാപ്റ്റിക് മീൻസ് ഇതുപോലെ ചികിത്സാപരമായിട്ടുള്ള എന്നൊക്കെ പറയാം കേട്ടോ. മോണിറ്ററിങ്, നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് മോണിറ്റർ ചെയ്ത് കാണിക്കുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? ഇൻസ്ട്രുമെന്റ്സ്, മറ്റു ഉപകരണങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഓക്കെ, നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡയഗ്നോസ്റ്റിക്കിൽ നോക്കാം. ഡയഗ്നോസ്റ്റിക് മീൻസ് നമ്മൾ പറഞ്ഞു ലക്ഷണങ്ങളിലൂടെ രോഗം എന്താണെന്ന് നിർണ്ണയിക്കാനായിട്ടൊക്കെ ചെയ്യുന്നതാണ് ഈ ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാല്. അപ്പൊ ഡയഗ്നോസ്റ്റിക്കിൽ എന്തൊക്കെയാണ് എക്യുപ്മെന്റ്സ് വരുന്നത് നോക്കാം. BP അപ്പാരറ്റസ്, BP നോക്കുന്ന ഒരു ഉപകരണം ഇല്ലേ, കണ്ടിട്ടില്ല എല്ലാവരും? അതെല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. BP ചെക്ക് ചെയ്യുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാലോ, കണ്ടിട്ടുണ്ടോ? ഓക്കെ, എല്ലാവർക്കും അറിയാം അല്ലെ? ഓക്കെ. ദെൻ എൻഡോസ്കോപ്പ്. എന്താണ് എൻഡോസ്കോപ്പ്? എൻഡോസ്കോപ്പ് കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും ഒക്കെ അല്ലെ? എൻഡോസ്കോപ്പ് അതായത് ഇന്റേണൽ ഓർഗൻസ്, കൂടുതലായിട്ട് ഈ വയറിനുള്ളിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ട്യൂബ് പോലെ ഒരു സംഭവം കടത്തിയിട്ടിട്ട് അവിടുത്തെ എന്താണ് ട്രീറ്റ്മെന്റ്സുകളും കാര്യങ്ങളും കൊടുക്കുന്നതാണ് എൻഡോസ്കോപ്പ്. വയറിനുള്ളിൽ ഒരു ചെറിയൊരു ട്യൂബ് കടത്തിയിട്ട് അവിടുത്തെ ഉള്ള പ്രശ്നങ്ങൾ, ഇപ്പോ ഈ മറ്റേ എന്താ പറയുക, നമ്മൾ പറയണെങ്കിൽ ഈ നമ്മളൊരു എന്താ പറയാ, ഒരു അസെറ്റിക് മീൻസ് ഒരു അങ്ങനെയൊക്കെ ഗ്യാസ്ട്രോളജി ഡിപ്പാർട്ട്മെന്റിലും അങ്ങനെയുള്ള കേസസ് ഒക്കെ വരില്ലേ കൂടുതല്? അൾസർ അങ്ങനെയുള്ള കേസസ് ഒക്കെ ഇല്ലേ? അപ്പൊ അതിലേക്ക് എൻഡോസ്കോപ്പ് ചെയ്തിട്ടാണ് അതിന്റെ ഉള്ളില് ഇതുപോലെ വയറിനുള്ളിൽ കുരുക്കളും മറ്റും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കുന്നതും തിരിച്ചറിയുന്നതും ഈ എൻഡോസ്കോപ്പ് വഴിയാണ്. സോ അപ്പൊ എൻഡോസ്കോപ്പ്. ദെൻ പോർട്ടബിൾ എക്സ്റേ. പോർട്ടബിൾ എക്സ്റേ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റേ മീൻസ് നമുക്ക് സാധാ എക്സ്റേ മൂവ് ചെയ്യാൻ പറ്റുന്നത്, പോർട്ടബിൾ ആയിട്ട് പോർട്ടബിൾ ചാർജർ എന്നൊക്കെ പറയില്ലേ നമ്മള്, അതുപോലെ കൊണ്ട് നടക്കാൻ പറ്റുന്നത്. ഇപ്പൊ കിടപ്പ് രോഗികളുടെ ആ ടൈമില് അവർക്ക് എക്സ്റേ എടുക്കാനായിട്ട് അവിടെ കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് പോർട്ടബിൾ എക്സ്റേ എന്ന് ഉദ്ദേശിക്കുന്നത്. പോർട്ടബിൾ UCG, USG. എന്താണ് USG മീൻസ്? പോർട്ടബിൾ USG, പോർട്ടബിൾ USG ടൈം കേട്ടിട്ടുണ്ടോ? പോർട്ടബിൾ USG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അൾട്രാസൗണ്ട് മറ്റേ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതുപോലെ ചെയ്യുന്ന ഒരു തന്നെയാണ് USG എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ എക്കോ മീൻസ് അറിയാലോ, അതായത് ഇതുപോലെ തന്നെ നമ്മൾ ECG എക്കോ എന്നൊക്കെ പറയില്ലേ, ECG പോലുള്ള സ്കാനിങ് ഒക്കെ തന്നെയാണ് കേട്ടോ അൾട്രാസൗണ്ട് സ്കാനിങ്. ഓക്കെ, ദെൻ എക്കോ. ഇനി വരുന്നത് തെറാപ്റ്റിക്കില്. അപ്പൊ ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നതാണ് BP എൻഡോസ്കോപ്പും, അതായത് രോഗനിർണയം അല്ലെ, രോഗത്തിന് നമ്മൾ കണ്ടുപിടിച്ചത് എങ്ങനെയൊക്കെയാണെന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ഉപകരണങ്ങളാണ് ഈ ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കാം, തെറാപ്റ്റിക്കിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് കേട്ടോ. 3 എണ്ണോട് മെയിൻ ആയിട്ട് തെറാപ്റ്റിക്കിൽ വരുന്നത് നോക്കാം. നെബുലൈസർ. നെബുലൈസർ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ചിലവർ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പൊ മിക്ക വീടുകളിലും ഈ കുഞ്ഞുകുട്ടികളുടെ ഉള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ നെബുലൈസർ ഉണ്ടാവും അല്ലേ? കൂടുതൽ ചുമയും കഫക്കെട്ടും അങ്ങനെയൊക്കെ ശ്വാസം മുട്ട് അതിനൊക്കെയാണ് ഈ നെബുലൈസർ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നെബുലൈസിംഗ് ചെയ്യാറുണ്ട് കുട്ടികൾക്കൊക്കെ ഇല്ലേ? അത്യാവശ്യം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു കേട്ടോ നെബുലൈസർ. ദെൻ ലാറിംഗോസ്കോപ്പ്. ലാറിംഗോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, കേട്ടിട്ടുണ്ടോ? ആദ്യമായിട്ട് കേൾക്കണോ? ലാറിംഗോസ്കോപ്പ് മീൻസ് കൂടുതലായിട്ട് പറയണെങ്കിൽ നമ്മളുടെ തലയിലും അല്ലെങ്കിൽ കഴുത്തിന്റെ തകരാറുകളൊക്കെ കണ്ടെത്തുന്നതും അതിനുള്ള ചികിത്സയ്ക്കുമുള്ളൊരു ചികിത്സാ രീതിയാണ് ഈ ലാറിംഗോസ്കോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് തലയ്ക്കും കഴുത്തിനും പറ്റുന്ന കഴുത്തിന്റെയും തകരാറുകളൊക്കെ ഒന്ന്
ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൂടെ, അതായത് നമ്മളുടെ തൊണ്ടയിലേക്കോ അല്ലെങ്കിൽ ഒരു ശ്വാസനാളത്തിലേക്കോ അല്ലെങ്കിൽ വോയിസ് ബോക്സിലേക്കും ഒരു ഡോക്ടർമാർ ചിലപ്പോൾ ഒരു ചെറിയൊരു ഉപകരണമാണ്, ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അത്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രക്രിയ ചെയ്യുന്നത്. അതാണ് ഈ ലാറിംഗോസ്കോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അറിയാത്തവരാണെങ്കിൽ അത് എഴുതി വെച്ചോളൂ. ചെറുതായിട്ടൊന്ന് മലയാളത്തിൽ എഴുതി വെക്കാം. തലയുടെയോ കഴുത്തിന്റെയോ തകരാറുകള് കണ്ടെത്തുന്നതിനും അതിനുള്ള ചികിത്സയ്ക്കുള്ള ഒരു ചികിത്സാ രീതി. നിങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മാത്രം മതി കേട്ടോ. അതിന്റെ എക്സ്ട്രാ നോട്ടിന്റെ ആവശ്യമില്ല. കാരണം നമുക്ക് നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് ചോദിക്കാൻ പോടില്ല കേട്ടോ. എക്സാമ്പിൾ ആയിട്ട് പറയുന്നതല്ലേ എക്യുപ്മെന്റ്സിന്റെ. സോ അതുകൊണ്ട് അത് ഇമ്പോർട്ടൻസ് വലിയ കൊടുക്കണ്ട. നോട്ട്സ് കിടക്കുന്ന നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എക്സ്ട്രാ നോട്ട്സിന്റെ ആവശ്യം വരുന്നില്ല. ലാറിംഗോസ്കോപ്പ് എന്ന് എഴുതിക്കൊണ്ടേ ചെറുതായിട്ടൊന്ന് മലയാളത്തിൽ ഒന്ന് എഴുതിയിട്ടോളൂ കേട്ടോ നിങ്ങള്. അതായത് കഴുത്തിന്റെയോ അല്ലെങ്കിൽ തലയുടെയും കഴുത്തിന്റെയും തകരാറുകള് കണ്ടെത്തുന്നതിനായിട്ടുള്ള ഒരു ചികിത്സയ്ക്കുള്ള ഒരു ചികിത്സാ രീതി. അങ്ങനെ ഒന്ന് മലയാളത്തിലൊന്ന് എഴുതിയിട്ടുള്ളൂ കേട്ടോ, അറിയാത്തവരാണെങ്കിൽ. അതിന്റെ എക്സ്ട്രാ നോട്ടിന്റെ ആവശ്യം ഒന്നും വരുന്നില്ല. കാരണം എക്യുപ്മെന്റ് ആയിട്ടല്ലേ ചോദിച്ചിരിക്കുന്നത്. അതെന്താണെന്നൊന്നും നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയില്ല കേട്ടോ. ഓക്കെ, ദെൻ ബ്രോങ്കോസ്കോപ്പ്. എന്താണ് ബ്രോങ്കോസ്കോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്? ബ്രോങ്കോസൈറ്റ് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ബ്രോങ്കോസൈറ്റ് ഓർമ്മയുണ്ടോ? ഒരു ചാപ്റ്ററിൽ നമ്മള് ബ്രോങ്കോസൈറ്റ് പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ലങ്സ് അല്ലെ. അതായത് ബ്രോങ്കോസൈറ്റ് ഏതിലായിരുന്നു പറഞ്ഞത്? അത് ഓർമ്മയുണ്ടോ? ഒരു ക്ലാസ്സില് നമ്മള് ബ്രോങ്കോസൈറ്റ് ഒരു രോഗം ഏതുമായിട്ട് റിലേറ്റഡ് ചെയ്താണ് പറഞ്ഞത്? ഓർമ്മയില്ല ആർക്കും? നമ്മള് IPD ലങ്സ് ആണ്. ഓക്കെ, ലങ്സിന്റെ കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ട് അല്ലെ? നമ്മള് പറഞ്ഞില്ലേ 2 അഡ്മിഷൻ ടൈപ്പുകൾ പറഞ്ഞായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അവിടെ ഒരു വിഭാഗത്തില് നമ്മള് ബ്രോങ്കോസൈറ്റ് പറഞ്ഞായിരുന്നു. ആർക്കും ഓർമ്മയില്ല. ഓക്കെ, നമ്മള് റൊട്ടീൻ അഡ്മിഷനും എമർജൻസി അഡ്മിഷനും പഠിച്ചത് ഓർമ്മയുണ്ടോ? റൊട്ടീൻ അഡ്മിഷനും എമർജൻസി അഡ്മിഷനും പഠിച്ചില്ലേ? അവിടെ നമ്മള് റൊട്ടീൻ അഡ്മിഷനിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആയിരുന്നു ബ്രോങ്കോസൈറ്റ്. അതായത് കൂടുതൽ കാലം ദീർഘകാലം നിലനിൽക്കുന്ന ഒരു ചുമ അല്ലെ, അല്ലെങ്കിൽ അത് ലങ്സിനെ ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അപ്പൊ ബ്രോങ്കോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾക്കറിയാം, ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത് നമ്മളുടെ ശ്വാസകോശങ്ങളിലും അല്ലെങ്കിൽ ഈ വാൽവുകളിലും ശ്വാസകോശത്തിന്റെ ഈ വാൽവുകളിലും പരിശോധിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ പരിശോധിക്കുന്നതിന് ഡോക്ടർമാർ ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ബ്രോങ്കോസ്കോപ്പ് മെത്തേഡിലൂടെ ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദഗ്ധരായിട്ട് ഒരു പൾമണോളജിസ്റ്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞില്ലേ ഈ ഹൃദയ ശ്വാസകോശത്തിന്റെ ഒക്കെ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ശ്വാസകോശത്തിന്റെ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? പൾമനോളജി അല്ലെ. അപ്പൊ ആ പൾമനോളജി ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് ഇങ്ങനെയുള്ള ബ്രോങ്കോസ്കോപ്പി ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ഒരു ബ്രോങ്കോസ്കോപ്പി സമയത്ത് ഒരു ചെറിയൊരു ട്യൂബാണത് അല്ലെ. അപ്പൊ ചെറിയൊരു ട്യൂബ് ഒന്നില്ലെങ്കിൽ മൂക്കിലൂടെയോ അല്ലെങ്കിൽ വായിലൂടെയോ തൊണ്ടയിലൂടെയോ ശ്വാസകോശത്തിന് ഉള്ളിലേക്ക് കടത്തി വിടുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. എന്നിട്ടാണ് അവിടുത്തെ എന്താണോ പ്രശ്നങ്ങള് മനസ്സിലായ അങ്ങനെയാണ് കണ്ടെത്തുന്നത് ബ്രോങ്കോസ്കോപ്പിലൂടെ. ഒരു ചെറിയ നേർത്ത ട്യൂബ് മൂക്കിലൂടെയും വായിലൂടെയും കടത്തി വിട്ടിട്ടാണ് ബ്രോങ്കോസ്കോപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അറിയാത്തവരാണെങ്കിൽ എഴുതി വെച്ചോളൂ. ബ്രോങ്കോസ്കോപ്പ് എന്നിടാ. ലെഫ്റ്റ് സൈഡിൽ ചെറുതായിട്ടൊക്കെ എഴുതിയിടാം. ശ്വാസകോശങ്ങളിലെയും വാൽവുകളും പരിശോധിക്കുന്നതിന്, ശ്വാസകോശം ഹൃദയ വാൽവുകൾ പരിശോധിക്കുന്നതിന്. ശ്വാസകോശത്തിന്റെയും അല്ലെങ്കിൽ ഹൃദയ വാൽവുകൾ പരിശോധിക്കുന്നതിന്. ഇപ്പൊ നിങ്ങൾ തൽക്കാലം ഒന്ന് മനസ്സിലാകുന്ന രീതിയിലൊന്ന് മലയാളത്തിലൊന്ന് എഴുതിയിട്ടോളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ അതിന്റെ വേണമെങ്കിൽ ചെറിയൊരു എന്താ പറയാ ഒരു 1 വേർഡ് പോലെ നോട്ട് വേണോ നിങ്ങൾക്ക്? അതിന്റെ എന്താ അഭിപ്രായം? വേണം എന്നാണോ? ചെറിയ രീതിയിൽ ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ ചെറിയൊരു അത് കൂടുതൽ ക്വസ്റ്റ്യൻ ഒന്നും വരാറില്ല എന്നുള്ളത്. കാരണം നമുക്ക് എക്യുപ്മെന്റ് മാത്രമായിട്ടല്ല തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എക്സ്ട്രാ അങ്ങനെ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ.
കുഴപ്പമില്ല, നിങ്ങൾക്ക് എടുക്കുന്ന നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വേണമെങ്കിൽ അങ്ങനെ ഒരു ഈ 1 വേർഡ് ആയിട്ട് ചെറിയൊരു മാക്സിമം ഷോർട്ട് ആക്കിയിട്ട് തരാൻ നോക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ അറിയാത്തവരാണെങ്കിൽ ഒന്ന് എഴുതി മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് എഴുതി വെക്കാം. ഇപ്പൊ ലാറിംഗോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ കഴുത്തിലും തലയിലും കഴുത്തിലും തകരാറുകൾ കണ്ടെത്തുന്നത്. ബ്രോങ്കോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തിന്റെയും ഹൃദയവാൽവിന്റെയും പരിശോധനയ്ക്ക് വേണ്ടി. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പൊ ഒന്ന് മനസ്സിലാക്കുന്ന രീതിയിലൊന്ന് എഴുതിയിട്ടുള്ളൂ കേട്ടോ. നോട്ട്സ് 1 വേർഡ് ആയിട്ട് വേണമെങ്കിൽ തരാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നോട്ട്സ് തരാം. അപ്പൊ തെറാപ്പിക്കല് വരുന്ന സംഭവങ്ങൾ എന്തൊക്കെയാ, എക്യുപ്മെന്റ്സുകൾ നോക്കി. ഡയഗ്നോസ്റ്റിക്കില് നമ്മള് അല്ലെ, ഡയഗ്നോസ്റ്റിക്കില് വരുന്നത് BP, എൻഡോസ്കോപ്പ്, പോർട്ടബിൾ എക്സ്റേ, പോർട്ടബിൾ USG, എക്കോ. തെറാപ്റ്റിക്കില് വരുന്നതാണ് നെബുലൈസർ, ലാറിംഗോസ്കോപ്പ്, ബ്രോങ്കോസ്കോപ്പ്. ഓക്കെ ആണല്ലോ. മോണിറ്ററിംഗ്. ഇനി മോണിറ്ററിംഗിൽ നമുക്കറിയാം മോണിറ്റർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അല്ലെ. ഇപ്പൊ നമ്മുടെ ശ്വാസകോശത്തിൽ മറ്റ് മെഷീനുകളും മറ്റും ഘടിപ്പിച്ചിട്ട് എന്ത് ചെയ്യും, മോണിറ്റർ ചെയ്യും അല്ലെ. അപ്പൊ നമുക്കറിയാം, നോക്കാം കേട്ടോ. പൾസ് ഓക്സിമീറ്റർ, പൾസ് ഒക്കെ നോക്കുന്ന ഒരു ഓക്സിമീറ്റർ. കാർഡിയാക് മോണിറ്റർ അല്ലെ, അതായത് ഹൃദയ സംബന്ധിച്ച ആ ഒരു നമ്മൾ പറഞ്ഞില്ലേ ഒരു വേവ് പോലെ ഇങ്ങനെ മോണിറ്റർ മൂവ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അതിനാണ് ഈ കാർഡിയാക് മോണിറ്റർ. ECG മെഷീൻ. ഇതാണ് മോണിറ്ററിംഗിൽ വരുന്നത്. മോണിറ്ററിംഗിൽ എളുപ്പമില്ലേ, വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. പൾസ് ഓക്സിമീറ്ററും ഈ മോണിറ്റർ ചെയ്യുന്ന സംഭവങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. ഓക്കെ, ഇൻസ്ട്രുമെന്റ്. ഇനി എന്തൊക്കെയാണ് ഇൻസ്ട്രുമെന്റ് വരുന്നത് നോക്കാം. IV സെറ്റ്. ബ്രോങ്കോസ്കോപ്പ് മീൻസ് ശ്വാസകോശത്തിന്റെയും ഹൃദയവാൽവുകളുടെയും പരിശോധിക്കാൻ വേണ്ടി കേട്ടോ. ശ്വാസകോശം ഹൃദയവാൽവുകളുടെ പരിശോധനയ്ക്ക് വേണ്ടി. ഇതൊരു ചെറിയൊരു നേർത്ത ട്യൂബാണ്. നേർത്ത ട്യൂബ് നമ്മളുടെ മൂക്കിലൂടെയോ അല്ലെങ്കിൽ വായിലൂടെയോ തൊണ്ടയിലൂടെയോ ശ്വാസകോശത്തിന് ഉള്ളിലേക്ക് കടത്തിയിട്ടാണ് പരിശോധിക്കുന്നത്. ഓക്കെ, ഇൻസ്ട്രുമെന്റിൽ നമുക്ക് നോക്കാം. IV സെറ്റ്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താണ് IV സെറ്റ്? എന്താണ്? ഓക്കെ, കേട്ടിട്ടുണ്ട്. എന്താണ്? പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ. അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. IV സെറ്റ്, ക്യാനുല. ഓക്കെ, ക്യാനുല എന്ന് പറയാം. ഓക്കെ, കയ്യിൽ കുത്തുന്നത്. ഓക്കെ, കാനുല. ഓക്കെ, ഇതെന്തൊക്കെയാണ് IV സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? IV സെറ്റ് മീൻസ് അതായത് നമുക്കറിയാം ഇതുപോലെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്ലൂയിഡ് ഇഞ്ചക്ഷൻ. ഒക്കെ നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ് കേട്ടാ. ഡ്രിപ്പ് എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അതായത് നമ്മൾ ഡ്രിപ്പ് ഇടൂലേ, നമ്മള് ഈ പറഞ്ഞ പോലെ ക്യാനുലേക്ക് ഇട്ട് കയ്യിൽ ട്രിപ്പ് ഇടും. അപ്പൊ ട്രിപ്പ് ഇടുമ്പോ ചെറിയ ചെറിയ ഒരു തുള്ളി പോലെ ട്രിപ്പ് വീഴുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ആ ഒരു ഫ്ലോ നിയന്ത്രിക്കാനായിട്ട് അതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ട് അല്ലെ. നേഴ്സുമാര് വന്നിട്ട് ചിലപ്പോ അത് ഭയങ്കര സ്ലോയിലായിരിക്കും തുള്ളിയായിട്ട് ഈ ഫ്ലൂയിഡ് വീഴുന്നത് അല്ലെ. അപ്പൊ അത് കുറച്ച് കഴിയുമ്പോ ഒരു പകുതിയൊക്കെ ആവുമ്പോ അവർ കുറച്ച് സ്പീഡൊക്കെ കൂട്ടും അത് അല്ലെ. നമുക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അത് അവർ വന്നിട്ട് ചെറിയ എന്തെങ്കിലും അതൊന്ന് പ്രസ് ചെയ്തിട്ട് വൈറ്റ് കളറിലെ ഇതിനാണ് ഈ ഒരു IV സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? ഇനി എവിടെയെങ്കിലും ആരെങ്കിലും വിസിറ്റ് ചെയ്യാൻ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോ സംഭവം ഒന്ന് നോക്കണേ, IV സെറ്റ്. ഓക്കെ, അപ്പൊ ആ ട്രിപ്പ് ഇടുമ്പോഴേ അതൊന്നും ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ്സുകൾ ചെയ്യുന്നതാണ് ഈ IV സെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ട്രാക്കിയോസ്റ്റോമി. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ആർക്കെങ്കിലും അറിയോ ട്രാക്കിയോസ്റ്റോമി? കുറച്ചു പേർക്ക് അറിയാം, കമന്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോ ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയ്ക്കില്ലേ, ഇപ്പോ അങ്ങനെ ഭയങ്കര ക്രിട്ടിക്കലായിട്ട് വരുന്നത് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ. അപ്പൊ നമുക്കറിയാം, നമുക്ക് വായു കൊണ്ട് ശ്വസിക്കാൻ പറ്റിയില്ലെങ്കിലും മൂക്ക് കൊണ്ട് നമ്മൾ ശ്വസിക്കും അല്ലെ. നമ്മൾ ചിലപ്പോ മൂക്കിലൂടെ ശ്വസിക്കാൻ വായിലൂടെയും മൂക്കിലൂടെയൊക്കെ നമ്മൾ ശ്വസിക്കും. സോ മൂക്കിലൂടെയും അല്ലെങ്കിൽ വായ്ക്കും പകരം തൊണ്ടയിലൂടെ ശ്വസിക്കാനായിട്ട് ട്രാക്കിയോസ്റ്റോമിയാണ് നമ്മളെ അനുവദിക്കുന്നത്. അതായത് ഒരു ട്രാക്കിയോസ്റ്റോമി പ്രക്രിയയുടെ ആ ഒരു പ്രക്രിയ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കഴുത്തിന് അതായത് നമ്മളുടെ ഒരു കഴുത്തിന്റെ മുൻഭാഗത്ത് ഒരു ചെറിയൊരു മുറിവ് പോലെ ഉണ്ടാക്കും കഴുത്തിന്റെ അവിടെ.
മുറിവുണ്ടാക്കിയിട്ട് നമ്മളുടെ കഴുത്തിന്റെ മുൻഭാഗത്ത് നിങ്ങളുടെ ആ ഒരു ശ്വാസനാളത്തിന്റെ ഒരു ട്യൂബ് അതിലൂടെ കടത്തും. അതായത് ശ്വസിക്കാൻ ഇതുപോലെ വെന്റിലേറ്ററിലൊക്കെ കമ്മിറ്റ് ചെയ്താണ്. അപ്പൊ അങ്ങനെ വരുന്ന പേഷ്യൻസ് ഒട്ടും തന്നെ ശ്വസിക്കാനായിട്ട് ആ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയില്ലേ, അങ്ങനെയുള്ളൊരു പേഷ്യൻസിനാണ് ഇതുപോലെയുള്ള ട്രാക്കിയോസ്റ്റോമി ഉദ്ദേശിക്കുന്നത്. അതായത് മൂക്കിലൂടെയും വായിലൂടെയും ശ്വസിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ തൊണ്ടയിലൂടെ ഒരു ചെറിയൊരു മുറിവുണ്ടാക്കിക്കൊണ്ട് എന്ത് ചെയ്യും, ശ്വാസനാളത്തിൽ ഒരു ചെറിയൊരു ട്യൂബ് നടത്തിവിടുന്നു അല്ലെ, കടത്തിവിടുന്നു. അപ്പൊ മുകളിലെ ആ ശ്വാസനാളം അടച്ചിരിക്കുകയാണെങ്കിലും ഈ നീരും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തടസ്സം വരാതെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെല്ലാം എന്താ പറയുന്നത്, ഈ ട്രാക്കിയോസ്റ്റോമി ഉപയോഗിച്ചുകൊണ്ടാണ് ശ്വസിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ട് ചെയ്യുന്നൊരു സംഭവം ട്രാക്കിയോസ്റ്റോമി. മൂക്കിലൂടെയും വായിലൂടെയും ശ്വസിക്കാൻ പറ്റാതെ വരുമ്പോൾ തൊണ്ടയിൽ ഒരു ചെറിയ മുറിവുണ്ടാക്കി ട്യൂബ് ഇടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ട്രാക്കിയോസ്റ്റോമി. ഇൻസ്ട്രുമെന്റ് റോളിംഗ്. ഇൻസ്ട്രുമെന്റ് റോളിംഗ് കേട്ടിട്ടില്ലേ, കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതുപോലെ മെഡിസിൻസും മറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ട്രോളിയില്ലേ, അതാണ് ഇൻസ്ട്രുമെന്റ് ട്രോളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ഡയഗ്നോസ്റ്റിക്കില് പറഞ്ഞു, തെറാപ്റ്റിക്കില് മോണിറ്ററിംഗ് ആൻഡ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ, വേഗം വായിച്ചു നോക്കിക്കോളൂ. ടേബിള് വായിക്കാം കേട്ടോ. ഓക്കെ, എൻഡോസ്കോപ്പ് അറിയാലോ, എഴുതണോ നിങ്ങൾക്ക്? എൻഡോസ്കോപ്പ് പറയാം, ചെറിയ ചെറിയ. ഓക്കെ, എൻഡോസ്കോപ്പ് എന്ന് വേണമെങ്കിൽ പെട്ടെന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. എൻഡോസ്കോപ്പ് ചെറിയ ഒറ്റ ലൈനിൽ പറഞ്ഞാൽ പോലെ എൻഡോസ്കോപ്പ് എഴുതിക്കോളൂ. ആ നിങ്ങളുടെ കോപ്പി ഉണ്ടെങ്കിൽ താഴെ തന്നെ എഴുതിക്കോളൂ, അല്ലെങ്കിൽ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ നോട്ട്ബുക്ക് എടുത്തോളൂ കേട്ടോ. ചെറിയൊരു ഇതുപോലെ തരാം കേട്ടോ. എൻഡോസ്കോപ്പ്, എൻഡോസ്കോപ്പ് എഴുതാം, ഒരു ഹൈഫൻ ഇടാം. ഈസ് എ ടെസ്റ്റ്, ഈസ് എ ടെസ്റ്റ് ടു ടുക്ക് ഇൻസൈഡ് യുവർ ബോഡി. നമ്മൾ ബോഡിയുടെ ഉള്ളിലേക്ക് കടത്തി വിടുകയാണെന്ന് പറഞ്ഞില്ലേ, അത്രയും മതി, ഒരു കുഞ്ഞു പോയിന്റ് മതി. എ ടെസ്റ്റ് ടു ടുക്ക് ഇൻസൈഡ് യുവർ ബോഡി. കഴിഞ്ഞോ? എഴുതിയെടുത്തോ? എൻഡോസ്കോപ്പ് എഴുതിയെടുത്തോ? ഓക്കെ, അറിയാവുന്നവരാണെങ്കിൽ വേണ്ട, കുഴപ്പമില്ല കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ, നോട്ട് പോലെയല്ല, ചെറിയൊരു ഇത് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. Then വായിച്ചോളൂ കേട്ടോ. അൾട്രാ USG അറിയാലോ, പോർട്ടബിൾ USG. അൾട്രാസൗണ്ട് സോണോഗ്രഫി കേട്ടോ. അൾട്രാസൗണ്ട് സോണോഗ്രഫി USG കേട്ടോ, എഴുതിയെടുത്തോളൂ. അറിയാത്തവരാണെങ്കിൽ എഴുതാ അൾട്രാസൗണ്ട് സോണോഗ്രഫി. അൾട്രാസൗണ്ട് സോണോഗ്രഫി, അതാണ് USG എന്നുള്ളൊരു ടേം പറയുന്നത്. ഓക്കെ, എഴുതിയോ? അൾട്രാസൗണ്ട് സോണോഗ്രഫി. ഓക്കെ, അപ്പൊ ഒരു ഡയഗ്നോസ്റ്റിക് സെക്ഷനിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ദെൻ ഇനി തെറാപ്റ്റിക്കൽ എന്തൊക്കെയാണെന്ന് വായിക്കാം കേട്ടോ. നെബുലൈസർ, ലാറിംഗോസ്കോപ്പി. എന്താണ് ലാറിംഗോസ്കോപ്പി? ഒറ്റ ഇതിൽ എഴുതിയെടുത്തോളൂ കേട്ടോ, വൺ വേർഡ് ആയിട്ട് എഴുതാം. ഈസ് ആൻ ഇൻസ്ട്രുമെന്റ്. ലാറിംഗോസ്കോപ്പി ഒരു ഹൈഫൻ ഇടാം. ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഫോർ എക്സാമിനിങ് മീൻസ് എന്തിന് എക്സാം ചെയ്യുന്നത് കേട്ടോ. For examines
ലാറിങ്സ് മീൻസ് കഴുത്തിനും ഈ ഇത് പറഞ്ഞില്ലേ ആ ഒരു സംഭവം ലാറിങ്സ്. സ്പെല്ലിംഗ് പറയാം, LARYNX കേട്ടോ, ലാറിങ്സ്. ഓക്കെ, ലാറിംഗോസ്കോപ്പ് ആണ് ഉദ്ദേശിച്ചത്. ആൻ ഇൻസ്ട്രുമെന്റ് ഫോർ എക്സാമൈനിങ് ദ ലാറിങ്സ്. സ്പെല്ലിംഗ് ഞാൻ അയച്ചിട്ടുണ്ട് കേട്ടോ, സ്പെല്ലിംഗ് നോക്കാം കമന്റില്, LARYNX. നിങ്ങൾക്ക് ചോദിക്കൊന്നുമില്ല എക്സാമിന്, നമ്മൾക്ക് എക്യുപ്മെന്റ് മാത്രം പഠിക്കാവുന്നേ ഉള്ളൂ, കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ 1 വേർഡ് ആയിട്ട് തന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ, ലാറിങ്സ്. വായിക്കാട്ടോ ടേബിള്. അപ്പൊ തെറാപ്റ്റിക്കില് നെബുലൈസർ നമുക്കറിയാം, ലാറിംഗോസ്കോപ്പ് എഴുതിയില്ല എല്ലാവരും. ഓക്കെ, കമന്റിൽ ഇട്ടിട്ടുണ്ട്. അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. അറിയാവുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, എങ്കിലും പുതിയ ടേമുകളൊക്കെയാണ്. അപ്പോ നെബുലൈസർ, ലാറിംഗോസ്കോപ്പ്, ദെൻ ബ്രോങ്കോസ്കോപ്പ്. ബ്രോങ്കോസ്കോപ്പ് മീൻസ് പറഞ്ഞില്ലേ നമ്മള് എന്താ ശ്വാസനാളത്തിലേക്ക് ട്യൂബ് കടത്തി വിടുകയാണ് അല്ലെ, അതായത് പൾമണറോളജി അങ്ങനെയുള്ള ഇതൊക്കെയാണ്. നമ്മുടെ എയർ പാസേജസുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ബ്രോങ്കോസ്കോപ്പ് ചെയ്യുന്നത്. പൾമണറോളജിസ്റ്റ് ആയിരിക്കും ബ്രോങ്കോസ്കോപ്പ് ചെയ്യുന്നത്. അതായത് വാൽവുകളുടെയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ, ഹൃദയ വാൽവിന്റെയും അല്ലെങ്കിൽ ശ്വസനനാളത്തിന്റെയൊക്കെ കണ്ടുള്ള പെയിൻ ഒക്കെ വരുന്നൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ ബ്രോങ്കോസ്കോപ്പ് ചെയ്യുന്നത്. കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും ഈ ട്യൂബുകളും കാര്യങ്ങളൊക്കെ ഇടുന്നത് കേട്ടോ. ഓക്കെ, മോണിറ്ററിംഗിൽ വരുന്നത് പൾസ്, ഓക്സിമീറ്റർ ആൻഡ് കാർഡിയാക് മോണിറ്റർ, ECG. ഓക്കെ, ദെൻ ഇൻസ്ട്രുമെന്റിൽ IV സെറ്റും ട്രാക്കിയോസ്റ്റോമി, ഇൻസ്ട്രുമെന്റ് ട്രോളിംഗ്. ദെൻ നിങ്ങൾ മലയാളത്തിൽ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. എക്സ്ട്രാ നോട്ട് നോക്കട്ടെ, ആവശ്യമില്ല അതിന്റെ, കാരണം നമുക്ക് എക്യുപ്മെന്റ് മാത്രം പഠിക്കാവുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് സെക്ഷനിൽ കൂടി ഒന്ന് എടുക്കുകയാണ്, ഫങ്ഷൻസ് ഓഫ് OPD. ഇനി OPDയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അപ്പൊ നമ്മളൊരു OPD എന്താണെന്ന് പഠിച്ചല്ലോ, ലൊക്കേഷൻ എവിടെയാണെന്ന് പഠിച്ചു, ദെൻ അതിന്റെ ഫങ്ഷൻസ് അല്ലെ, അതിന്റെ ഉത്തരവാദിത്തങ്ങളില്ലേ, ഫങ്ഷൻസ് ഉണ്ട്, ധർമ്മങ്ങൾ ഉണ്ടല്ലോ. ഒരു OPD എന്ന് പറയുമ്പോൾ ഓരോ സെക്ഷനും ഓരോരോ ധർമ്മങ്ങളുണ്ട്. എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ, early diagnosis, preventive and rehabilitative care on ambulatory basis. Ambulatory basis എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞു, ഇതുപോലെ ടെസ്റ്റുകളും മറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് രോഗത്തെ തിരിച്ചറിയുന്ന ഒരു ട്രീറ്റ്മെന്റ് രീതിയാണ് ഈ ആംബുലേറ്ററി ബേസിസ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, early diagnosis മീൻസ് ആംബുലേറ്ററി അടിസ്ഥാനത്തിൽ, അതായത് ആ ഒരു ക്ലിനിക്കൽ അടിസ്ഥാനത്തിൽ നേരത്തെയുള്ള ഏർലി ഡയഗ്നോസിസ്, നേരത്തെയുള്ള ഒരു രോഗനിർണയവും അല്ലെങ്കിൽ രോഗശമനം, പ്രിവെന്റീവ് ആൻഡ് റീഹാബിലിറ്റീവ് കെയർ. പ്രിവെന്റീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രതിരോധിക്കുക, തടയുക, പ്രതിരോധം, പുനരധിവാസം, ഇതിനെല്ലാത്തിനും കൂടെ ഒരു പരിചരണം നൽകുക. ഏർലി ഡയഗ്നോസിസിനും രോഗത്തെ തടയുന്നതിനും പുനരധിവാസവും ഇതൊക്കെ കൊടുക്കേണ്ടത് ആരാണ്, OPDയുടെ ഒരു ഫംഗ്ഷൻ ആണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ നോക്കാം, ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലേറ്ററി ബേസിസ്. ആംബുലേറ്ററി ബേസിസിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്, ചികിത്സ കൊടുക്കുക അല്ലെ, ചികിത്സ അല്ല കൊടുക്കുന്നത് OPDയില്. സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ദ ഹോസ്പിറ്റൽ, ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിനുള്ള സ്ക്രീനിങ് കൊടുക്കുക. നമ്മള് ഈ കുറെ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കുമ്പോ സ്ക്രീനിങ് ആണെന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അതായത് എന്താണ്, നമ്മള് ചെന്ന് ഫസ്റ്റില് ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കുക അല്ലെ. അപ്പൊ നമ്മള് ഫസ്റ്റില് വരുന്നത് എവിടെയാണ്, OPDയിലല്ലേ വരുന്നത്. ആദ്യം അത് രജിസ്റ്റർ എടുക്കുന്നതും രജിസ്ട്രേഷൻ ചെയ്യുന്നതും ആ സ്ക്രീനിങ് ആണ് അതിന് ഉദ്ദേശിക്കുന്നത്. സോ അഡ്മിഷൻ എടുക്കാൻ വരുന്നത് ഫസ്റ്റ് ഒക്കെ എവിടെയാണ്, ഈ OPDയിലാണ്. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് പറയുക, സ്ക്രീനിങ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ.
ഫോളോ അപ്പ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്, അതായത് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം അല്ലെ, ഡിസ്ചാർജ് ചെയ്തതിനു ശേഷവും രോഗി പരിചരണം നൽകുന്നു. നമ്മള് ഫോളോ അപ്പുകൾ പറയാറില്ലേ, ഒരു 5 ദിവസത്തേക്കോ അല്ലെങ്കിൽ 10 ദിവസത്തേക്കോ മരുന്നൊക്കെ എഴുതിയിട്ടേ ഡോക്ടർ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് കാണാനൊക്കെ പറയും. അപ്പൊ അവിടെ ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തത് ഈ OPD-യിലാണ് അല്ലെ. വീണ്ടും നമ്മൾ OP-യിൽ വരില്ലേ അഡ്മിഷൻ എടുക്കാനൊക്കെ, അപ്പൊ അതാണ് ആ ഫോളോ അപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇനി ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി, ഹെൽത്ത് എഡ്യൂക്കേഷൻ മീൻസ് ആരോഗ്യ ഒരു എന്താ പറയാ ആരോഗ്യ പഠനത്തിലൂടെ അല്ലെങ്കിൽ ഒരു ആരോഗ്യ പഠനത്തിലൂടെ ആരോഗ്യ വിദ്യാഭ്യാസത്തിന് ഒരു പ്രോത്സാഹനം കൂടി കൊടുക്കുക. റെൻഡറിംഗ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. റെൻഡറിംഗ് മീൻസ് എന്താണ് റെൻഡർ ചെയ്യുക? റെൻഡർ മീൻസ് വിശദീകരിക്കുക. അതായത് ഈ പ്രിവെന്റീവ് ഹെൽത്ത് കെയർ, പ്രതിരോധ ആരോഗ്യ ഒരു സംരക്ഷണത്തിന് ഒന്ന് വിശദീകരിക്കുക അല്ലെങ്കിൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ലാസ്റ്റ് വൺ, പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി ഹെൽത്തിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഒരു OPD-യുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആ പോയിന്റ്സ് നിങ്ങൾ അതുപോലെ തന്നെ ഫംഗ്ഷൻസ് ഒക്കെ പഠിക്കണം. മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അതുപോലെ പഠിക്കുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്തിട്ട് ചെറിയ പോയിന്റ്സ് അല്ലേ, ഒത്തിരി പോയിന്റ്സ് ഒന്നും തന്നിട്ടില്ല, ചെറിയ ചെറിയ പോയിന്റ്സ് ഒക്കെയാണ് തന്നിരിക്കുന്നത്. സോ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഫങ്ഷൻസ് വരെ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളൊരു പുതിയൊരു ചാപ്റ്റർ ആണ് തുടങ്ങിയത്. നമ്മൾ ഇൻട്രൊഡക്ഷൻ നോക്കി, OPD-യിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളുണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പറഞ്ഞു. ഒബ്ജക്റ്റീവ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിക്കുക. സ്കോപ്പ് നമ്മൾ പറഞ്ഞു, എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ലൊക്കേഷൻസ് അല്ലെ, ഗ്രൗണ്ട് ഫ്ലോർ അങ്ങനെയുള്ള ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ കുറെ അറിയാവുന്ന പോയിന്റ്സുകളൊക്കെയാണ് അല്ലെ. ദെൻ നമ്മൾ പറഞ്ഞു പേഷ്യന്റ് ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, ക്ലിനിക്കൽ ഏരിയ, ഇവയിൽ വരുന്നത് ആരൊക്കെയാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് ഓരോ ഏരിയയിലും ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കാം കേട്ടോ. പേഷ്യന്റ് ഏരിയയിൽ നമ്മൾ നമ്മളുടെ കാര്യത്തിന് ആലോചിക്കാം. ഫ്ലോ ചാർട്ട് പഠിക്കണ്ടാലോ, എല്ലാവരും പഠിച്ചു കഴിഞ്ഞില്ല? ഇപ്പൊ തന്നെ പഠിച്ചു എല്ലാവരും? പഠിച്ചു. ഓക്കെ, ഇനി പഠിക്കേണ്ട കാര്യമില്ല, നമ്മൾ ഇപ്പൊ തന്നെ ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ നമ്മൾ എക്യുപ്മെന്റ് നോക്കി അല്ലെ. ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നത് എന്തൊക്കെയാണ്, തെറാപ്റ്റിക്കില്, മോണിറ്ററിംഗില്, ഇൻസ്ട്രുമെന്റ്സുകള്. അപ്പൊ ഇത് നിങ്ങൾ ഓരോ സെക്ഷനിലും ഏതൊക്കെയാണ് വരുന്നത് പഠിക്കണം. കാരണം എക്സാമിന് ചിലപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ചോദിക്കാം അല്ലെ, അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടുന്നത് ഏതാണ്, ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണ്. മോക്ക് ടെസ്റ്റിന് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കാണാറില്ലേ, ചെയ്യാറില്ലേ? മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എല്ലാവരും? ചെയ്യാറുണ്ട് ഓക്കെ, അപ്പൊ ആ ഒരു സെയിം ഏകദേശം ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് മെയിൻ എക്സാമിന് വരാൻ സാധ്യതയുള്ളത്. സോ അതുപോലെ എന്ത് ചെയ്യുക, അങ്ങനെ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് പഠിക്കാം. നിങ്ങൾ സിമ്പിൾ ആണെന്ന് കരുതിയിട്ട് ഒന്നിനെയും വിട്ടുകളയരുത്. അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യാം, വായിക്കാം. പിന്നെ നിങ്ങൾ അത്യാവശ്യം എല്ലാ ക്ലാസ്സുകളും ഡെയിലി അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ അത് തന്നെ മതി. നമുക്ക് ഒരുവിധം മാക്സിമം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലെ. നമുക്ക് ചില ക്ലാസ്സിലൂടെ നമുക്ക് ആ ഒരു ക്ലാസ് കേട്ടൊരു ഓർമ്മ മാത്രം മതിയായിരിക്കും ചില ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ക്ലാസ് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ ക്ലാസ് വെച്ച് വേറെ എവിടെയെങ്കിലും ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ അത് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ ക്ലാസ് ഭംഗിയായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു സ്റ്റുഡന്റിനാണെങ്കിൽ വീണ്ടും ഒരു തവണ അത് വായിക്കാം. നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും ഷുവറായിട്ടും 100% ഗ്യാരണ്ടി തരാം, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും അല്ലെ. നല്ല രീതിയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മൾ ലാസ്റ്റ് വൺ നോക്കിയത് ഫങ്ഷൻസ് ഓഫ് OPD. കുറച്ച് ഫങ്ഷൻസ് പറഞ്ഞായിരുന്നു. അപ്പൊ ഫങ്ഷൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് പഠിച്ചു പോവുക. ഓക്കെ, ഇത്ര എടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് വോയിസിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ചെറിയ ത്രോട്ട് പ്രോബ്ലം ഉണ്ട്, അപ്പൊ അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എടുത്ത് തന്നത്. ഓക്കെ, പ്രശ്നം ഉണ്ടായിരുന്നോ? അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാ ക്ലാസ്സുകളും നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ടോ ടീച്ചേഴ്സിന്റെ ഒക്കെ? ഓക്കെ അല്ലേ ക്ലാസ്സുകള്? റെക്കോർഡഡ് ക്ലാസ് ഇപ്പോഴും ഞങ്ങൾക്ക് വൈകി കിട്ടണത്. ഇപ്പൊ ഇന്നലത്തെ ക്ലാസ് ഇപ്പൊ കുറച്ചു മുമ്പ് വന്നത്. ഇന്നലത്തെ അല്ലേ?
നിങ്ങളോടൊപ്പം പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് മുന്നായിട്ട് കിട്ടുന്നതല്ലേ പറഞ്ഞിരുന്നത്? 12 മണിക്ക് മുമ്പ്. 12 മണിക്ക് മുന്നേ. ഓക്കെ, ഇന്നലത്തെ ക്ലാസ് വളരെ ലേറ്റ് ആയല്ലേ? ഓക്കെ, നമുക്കത് ഗൂഗിൾ വഴിയാണ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാണ്ട് മാക്സിമം നേരത്തെ ആക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇത്രയും ഒന്ന് അത്യാവശ്യം വായിച്ചു വെക്കാം. ഞാൻ ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് ചോദിക്കാം കേട്ടോ. ഓക്കെ Okay, ma'am. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. Okay, ma'am. Thank you, ma'am. Thank you, ma'am. ഇപ്പൊ നമുക്ക് എടുത്തില്ലേ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, അത് എത്രാമത്തെ ചാപ്റ്റർ ആണ്? 6ാമത്തെ ചാപ്റ്റർ. ഓക്കെ, താങ്ക് യു.